തന്നെ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാറി നിന്ന് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റി അത് ഇടനിലക്കാരെ അടക്കമാണ് ഇപ്പോൾ ഈ 10,000 പേരെ പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് എത്തിക്കുന്നതും ഇവർ പുറത്ത് കൊടുക്കുന്നതായ ആൾക്കാരെ കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയ് അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. ബിവറേജുകൾ പൂട്ടുന്നുണ്ടോ? ഒരെണ്ണം പൂട്ടുന്നുണ്ടോ? ഒരു ബിവറേജ് പോലും പൂട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ സർക്കാരിനുള്ള വരുമാന സോഴ്സാണ് ബിവറേജ്. വി.ഡി. സതീശൻ സർക്കാരും വിജയ് സർക്കാരും ഇപ്പോൾ ഈ 2026 നിലവിൽ വന്നത് അടുപ്പിച്ചടുപ്പിച്ചാണ്. ഇപ്പോൾ രണ്ട് സർക്കാരും വന്നിട്ട് ഒരധിക കാലമായില്ല. രണ്ട് സർക്കാരും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം വിജയ് സർക്കാരാണെങ്കിലാണ് ആദ്യമേ വന്ന ഉടൻ തന്നെ ചെയ്തത് ലഹരിക്കെതിരെ നീക്കങ്ങളാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയാണെങ്കിലും ലഹരിക്കെതിരെയാണ്. അപ്പോൾ ഈ വിജയ് ചെയ്തതിൻ്റെ എല്ലാം കോപ്പി അടിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ചെയ്യുന്ന അങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതും മാത്രമല്ല ഈ രണ്ട് സർക്കാരും, അതായത് വിജയ് സർക്കാരും വി.ഡി. സതീശൻ സർക്കാരും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതായത് അവരുടെ നെഗറ്റീവ്സും പറയാം പോസിറ്റീവ്സും പറയാം. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വരുന്ന ചിരിയാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ലഹരിക്കെതിരെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെ കൊണ്ടുവന്ന ഒന്നാണെങ്കിൽ പോലും അത് വിജയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം പറഞ്ഞുതരാം, വിജയ് വന്നു അന്നേരെ ബിവറേജുകൾ അവിടെ പൂട്ടുകയാണ് ചെയ്തത്. ഇന്ന സമയം കൊണ്ട് പൂട്ടണമെന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ അടുത്തുനിന്ന് ഇന്ന പരിധി, പള്ളിയുടെ അടുത്തുനിന്ന് ഇന്ന പരിധി, അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഇന്ന പരിധിയിലുള്ള ബിവറേജുകൾ പൂട്ടാൻ, അങ്ങനെ ഏകദേശം 700ഓളം ബിവറേജുകൾ പൂട്ടിയെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അതല്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ MDMA പോലുള്ള മാരക വസ്തുക്കൾ, അത് മാരക വസ്തുക്കളുടെ ഉറവിടം ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം 10,000ഓളം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇന്നലെ കണക്ക്. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന എറണാകുളവും പിന്നിൽ നിൽക്കുന്ന കാസർഗോഡും. അങ്ങനെയാണ് ഇന്നലെ വന്ന ന്യൂസ്. അപ്പോൾ ആ ന്യൂസിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ MDMA പോലുള്ള മാരക വസ്തുക്കൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ വെറും ഇടനിലക്കാരെ അടക്കമാണ് ഇപ്പോൾ ഈ 10,000 പേരെ പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് എത്തിക്കുന്നതും ഇവർ പുറത്ത് കൊടുക്കുന്നതായ ആൾക്കാരെ കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അധ്യാപക വരെ ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് ന്യൂസിൽ കണ്ടതാണ്. ഒരു അധ്യാപികനെ പോലും അധ്യാപികയുടെ കൂട്ടുകാരി, അങ്ങനെ 3-4 പേരെ പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും വിജയ് ആയിട്ടും കേരള സർക്കാരിനായിട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരികയും പക്ഷേ വിജയ് അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ പറഞ്ഞ വാക്കിന് ഇതായിട്ട്. പക്ഷേ ഇവിടെ ബിവറേജുകൾ പൂട്ടുന്നുണ്ടോ? ഒരെണ്ണം പൂട്ടുന്നുണ്ടോ? ഒരു ബിവറേജ് പോലും പൂട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ സർക്കാരിനുള്ള വരുമാന സോഴ്സാണ് ബിവറേജ് ഔട്ട്ലെറ്റ്, പ്രീമിയം, അങ്ങനെ കൗണ്ടറുകൾ സോഴ്സുകളാണ്. അപ്പം ഇപ്പോൾ ഉദാഹരണം പ്രിയദർശിനി ഏകദേശം 65 കോടിയോളം നഷ്ടമാണ്. എന്ന് വെച്ചാൽ KSRTC സർക്കാർ കൊടുക്കണം, KSRTC ഓടണമെങ്കിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പ്രിയദർശിനി സൗജന്യ യാത്ര. ഈ യാത്ര കൊടുക്കുന്നതിൻ്റെ പൈസ എവിടെ നിന്നാണ് അത് കണ്ടെത്തുന്നത്? ഇപ്പോൾ തന്നെ കൂടുതലും കടം മേടിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓണത്തിന് തന്നെ കണ്ടോണം, ബിവറേജിൽ ഭയങ്കര വിറ്റുവരവാണ്. പക്ഷേ ആണുങ്ങളൊന്ന് തീരുമാനിച്ചാൽ നിൽക്കാവുന്ന കേസുകൾ. കാരണം ഞാൻ ഇനി കുടിക്കുന്നില്ല എന്ന് ഒരു 100 പേരിൽ 50 പേര് തീരുമാനിച്ചാൽ 50 പേരെ കുടിക്കുള്ളൂ. 50 പേരെ വരുമാനം അങ്ങോട്ട് വരികയില്ല. അതേസമയം ഈ പ്രിയദർശിനി ഉദ്ഘാടനം ചെയ്തപ്പം വി.ഡി. സതീശൻ പറഞ്ഞതാണ്, മാധ്യമങ്ങളിൽ പറഞ്ഞതാണ്, ആണുങ്ങൾക്ക് ഫ്രീ കൊടുത്താൽ എവിടെ പോകും, എവിടെ വരുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. അത് ബിവറേജിലെ വരുവുള്ളെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടാണ് ആണുങ്ങളെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ പ്രിയദർശിനി എന്ന് പറയുന്ന ഈ സംഭവം ഇപ്പം സർക്കാർ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം അധികം ഓടിയാൽ കേരളം വൻ കടക്കണിയിലായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ വിജയ് സർക്കാർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കടക്കണിയിലോട്ട് പോകില്ല. വിജയ് സർക്കാരിൻ്റെ ഭരണം എന്നാലും കടക്കണിയിലോട്ട് പോകില്ല. കാരണം അവിടെ തമിഴ്നാടിന് ഇവിടത്തേക്കാളും ഡബിളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഇതിലും ഉണ്ട്. അവിടെയും KSRTC സൗജന്യ യാത്രയുണ്ട് പെണ്ണുങ്ങൾക്ക്. പക്ഷേ അത് നിശ്ചയിച്ച KSRTCകളിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ സിറ്റി സർവീസുകളിൽ എല്ലാ വണ്ടിയിലും കേരളം കൊടുത്ത പോലെ വാരിക്കോരിയൊന്നും കൊടുത്തിട്ടില്ല. അവിടെ ഒരു സിറ്റിയിൽ നിന്ന് 1-2 വണ്ടികളിൽ കൊടുത്തുകൊണ്ട് സൗജന്യ യാത്ര, അത് സ്റ്റാലിൻ്റെ ഭരണ സമയത്തുണ്ടായിരുന്ന. അപ്പോൾ അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അങ്ങനെയുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ നിന്ന് പൈസ എടുക്കാനുള്ള ഫണ്ട് നമ്മുടെ ഖജനാവിലില്ല. പക്ഷേ വിജയുടെ അവിടെ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ ഖജനാവിൽ പൈസ ധാരാളം ഉണ്ട്. അപ്പോൾ അവർക്ക് അതെടുത്ത് അങ്ങോട്ടും ഒക്കെ ചിലവഴിക്കാനുള്ള ഇതുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കടമെടുത്ത ഖജനാവ് കാര്യമാണ്. കാരണം പെൻഷൻ കൊടുക്കാനുണ്ട്, അതുപോലെ KSRTC പെൻഷൻ കൊടുക്കാനുണ്ട്, ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കാനുണ്ട്, എംപാൻ ജീവനക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെ ഓരോന്നിനും കൊടുക്കാനുള്ളതുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോഴും കടമാണ്. വി.ഡി. സതീശൻ കയറിയ പിന്നെ കടം മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്, അല്ലേ? കടം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് മുൻ സർക്കാരുകളെ കുറ്റമാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓണത്തിന് കിറ്റ് കൊടുത്തു. മുൻ സർക്കാരുകളും കൂടുതൽ കടങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മുൻ സർക്കാരുകൾ അത് വീട്ടാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ KV ഗണേഷ് കുമാർ LDF സർക്കാർ അത് വീട്ടാനുള്ള എന്ത് വഴികളായിരുന്നു കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്? തീർച്ചയായും KV ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് 2.5 വർഷം ഭരിച്ച സമയത്ത് KSRTC ആർക്കും ഒരു കുറ്റം പറയാനില്ലായിരുന്നു.
ആർക്കും എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ബാക്കി വകുപ്പുകളിൽ എങ്ങനെയാണ് കടങ്ങൾ തീർന്നത്? ബാക്കി വകുപ്പുകളല്ല, KSRTC കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ബാക്കി വകുപ്പുകളിലേക്ക് കൊടുക്കാനുള്ള ഓഹരി ബാക്കി നിർത്തിയിട്ടാണ് കെ വി ഗണേഷ് കുമാർ ഇറങ്ങിപ്പോകുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട്, കാരണം ഇപ്പം പല പ്രിയദർശിനി ബസ്സുകളും KSRTCയും കട്ടപ്പുറത്താണ്. പക്ഷേ പണ്ട് കെ വി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് വന്ന സമയത്ത് എന്ന് വെച്ചാൽ 2.5 വർഷം ആൻ്റണി രാജുവിൻ്റെ ഊഴം കഴിഞ്ഞ് വന്ന സമയം കൊണ്ട് KSRTC ഷെഡിൽ കയറി എല്ലാ KSRTCയും പുറത്തിറക്കുകയും പുതിയ വാഹനങ്ങൾ ബുക്ക് ചെയ്യുകയും ചെയ്തായിരുന്നു, പുതിയ വാഹനങ്ങൾ ഇറക്കുകയും ചെയ്തായിരുന്നു. KSRTC ജീവനക്കാർക്ക് ഒരു പെൻഡിങ് ഇല്ലാത്ത ശമ്പളം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു കടബാധ്യത നികുത്തിക്കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ശമ്പളം പുള്ളിക്കാരൻ കൊടുത്തു തീർത്തു. ഏറ്റവും കൂടുതൽ KSRTC കോടികൾ ഓടിയതും ഈ കെ വി ഗണേഷ് കുമാറുള്ള സമയത്താണ്. അല്ലാതെ ഇപ്പം കാണിച്ചതെന്ന് വെച്ചാൽ അമിത ബുദ്ധിയായിപ്പോയി സർക്കാരിൻ്റെ. എന്ന് വെച്ചാൽ അന്നേരെ ഒരു പഠനവും പഠിക്കാതെ KSRTC പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരൊക്കെ പോലും നെഞ്ചത്തടിച്ചുകൊണ്ടാണ് സർക്കാർ കയറിയത്. അതേസമയം ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന പോലെ തന്നെ വ്യക്തമായി പറയുകയാണെങ്കിൽ 60 വയസ്സിന് മുകളിലോട്ടുള്ളവരും ക്യാൻസർ രോഗികൾക്കും ഇത് കൃത്യമായി കൊടുക്കണം, അല്ലെ അംഗപരിമിതന്മാർക്ക് കൊടുക്കണം, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ന് വെച്ചാൽ അതും വലുതായിട്ട് കൊടുക്കല്ലേ, 10 താഴോട്ടുള്ള 10 വരെ പഠിക്കുന്നവർക്ക് അങ്ങനെ നിശ്ചയപ്പെടുത്തുകയാണെങ്കിൽ ശരിയാണ്. കാരണം ഇത് പ്രൈവറ്റ് വണ്ടി ടാക്സ് അടക്കിച്ച് ഓടുന്ന വണ്ടിയാണ്, അല്ലാതെ ഔദാര്യത്തിന് ഓടുന്ന വണ്ടിയാണോ പ്രൈവറ്റ് വണ്ടി? അല്ല. അവർ കഷ്ടപ്പെട്ട് ഡീസലും പെട്രോളും കൂലിച്ചെലവും മെയിൻ്റനൻസും ടയറിൻ്റെ തേയ്മാനവും എല്ലാം കഴിഞ്ഞ് സർക്കാർ പറയുന്ന ടാക്സ് കൊടുത്ത് ഔദാര്യത്തിന് പെർമിറ്റ് എടുത്ത് ഓടുന്നതല്ല, പെർമിറ്റ് ടാക്സ് അടച്ചു ഓടുന്നതാണ് പ്രൈവറ്റ് വണ്ടിക്കാർ. ഓരോ പ്രൈവറ്റ് വണ്ടിക്കാരെയും തലക്കനും വിലങ്ങനും KSRTC ഇട്ട് അവരുടെ പോലും അന്നത്തെ അന്നം മുട്ടിച്ചേക്കുകയാണ്. ഇപ്പോൾ എത്ര പേരുടെ പണി പോയെന്നറിയാമോ കേരളത്തിൽ? എത്ര പേര് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? ഞങ്ങൾക്ക് ഇനി ഓടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് RDOയ്ക്ക്. ഇതെല്ലാം സർക്കാരിന് വരുന്ന വരുമാന സോഴ്സുകളാണ് ഈ സർക്കാർ ഇത് അടച്ചു കളഞ്ഞത്. പിണറായി വിജയൻ സർക്കാർ ഭരിച്ച സമയത്ത് അത് അടച്ചു കളഞ്ഞിട്ടില്ല. എന്തായാലും ആർക്കെങ്കിലും സൗജന്യം കൊടുത്ത് അത് അടച്ചു കളഞ്ഞു. ഇതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറയാം, ഒരു നാട്ടുപുറത്തുകാർ ഒരു ഭാര്യയും ഭർത്താവും വല്ലപ്പോഴും ഒന്നാണ് വല്ല ഓണത്തിനോ ക്രിസ്മസിനോ വല്ലതാണ് അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാതെ എന്നും പ്രിയദർശിനി കയറി യാത്ര ചെയ്യുന്നുണ്ടോ? സാധാരണക്കാരൻ ഇതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എല്ലാം സർക്കാർ ജീവനക്കാർക്ക് മാത്രം, അല്ലാതെ ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? സർക്കാർ ജീവനക്കാർക്ക് KSRTC കയറി കഴിയുമ്പോൾ സൗജന്യം, നേരെ ഓഫീസിൽ പോയിരുന്ന് ഉറങ്ങിയാൽ മതി. സർക്കാർ ഓഫീസിൽ ഇരുന്ന് ജോലി പോലും ചെയ്യേണ്ട, ഉറങ്ങുക, തിരിച്ചു വരിക, ഇതേ സംഭവിക്കുന്നുള്ളൂ. ഈ ഉറങ്ങുന്നതിനും നമ്മുടെ സാധാരണക്കാരൻ്റെ ടാക്സ് അടയ്ക്കുന്ന പൈസയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? ശമ്പളം കിട്ടിയല്ലേ അവർ ഇരിക്കുന്നത്. പക്ഷേ വിജയുടെ സർക്കാർ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം. വിജയ് പോലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പൊതി ചോറും കൊണ്ടുവന്ന് വിജയ് പോലും അവിടെ ഇരുന്ന് കഴിച്ച് അവിടെ ഇരുന്നിട്ട് പുറത്ത് പോകാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് യഥാർത്ഥ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അല്ലാതെ ജനങ്ങളുടെ പൈസയിൽ വെള്ള കതറ് വിട്ട് വെള്ള മുണ്ട് കൊടുത്ത് ചുറ്റി നടക്കുന്നോ, അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് പോകുന്നു അങ്ങനല്ല. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ തീരുമാനിച്ചതാണ് ജനാധിപത്യ രാഷ്ട്രീയം. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് വൻ കടത്തിലേക്കാണ് പോകുന്നത്. ജനിക്കുന്ന ഒരു കൊച്ചിൻ്റെ തലയിൽ പോലും 10 ലക്ഷം രൂപ ബാധ്യതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ പോകും? KSRTC നടുപൊടിഞ്ഞ് KSRTC കൂടി വന്ന 2, 3, 4 മാസം കഷ്ടിച്ച് ഓടി കഴിയുമ്പോൾ അതിൻ്റെ നടുപൊടിയും. സർക്കാർ ജീവനക്കാർക്കല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറി മേടിക്കാൻ പോകുന്നവനോ അല്ലെങ്കിൽ ഇതിന് പോകുന്നവനോ പ്രിയദർശിനി കയറി പോകുന്നുണ്ടോ? പ്രിയദർശിനി വരുന്നതിന് മുമ്പും എല്ലാവരും വണ്ടിക്കൂലി മുടക്കിയല്ലേ പോയിക്കൊണ്ടിരുന്നത് KSRTCയിൽ, അല്ലേ? ആണോ? സർക്കാരിന് വരുമാനം വന്നുകൊണ്ട് വരുന്ന പ്രൈവറ്റ് വണ്ടിക്കാരുടെ നടുവ് ഒടിഞ്ഞിട്ടുമില്ല. ഇപ്പം ഒരു സാധാരണക്കാരന് പ്രൈവറ്റ് വണ്ടിയിൽ നിന്ന് ഓരോ കണ്ടക്ടറെ മാറ്റിയിട്ട് മുതലാളിമാർ തന്നെ അത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, മുതലാളിമാർ കണ്ടക്ടറായിട്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് എന്ത് നല്ലതാണ് ഉദ്ദേശിക്കുന്നത്? പ്രൈവറ്റ് വണ്ടിക്കാർ നടുവൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ, പ്രൈവറ്റ് വണ്ടിക്കാരില്ലെങ്കിൽ ഈ KSRTC എത്ര കാലം ഇങ്ങനെ ഓടും? KSRTC ചിലപ്പം നാളെ വേണേൽ വഴിയിലാവും. അതാണ് KSRTCയുടെ സംഭവം. അത്രേ ഉള്ളൂ KSRTCക്കുള്ള വില. പക്ഷേ പ്രൈവറ്റ് വണ്ടിക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ അന്നത്തിന് വേണ്ടി അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്ത് അവൻ മുന്നോട്ട് ഓടും. അവൻ ഔദാര്യത്തിനാണ് ഓടുന്നത്, അല്ല ടാക്സ് അടച്ചിട്ട് അവൻ ഓടുന്നത്, അല്ലേ? അത് സർക്കാരിനുള്ള വരുമാനമല്ലേ? വിദേശ മദ്യഷാപ്പുകൾ എന്ന് വെച്ചാൽ ലഹരി മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ ലഹരി മരുന്നുകൾ ഞങ്ങൾ പിടിക്കുന്നുണ്ടെന്ന് പറയുന്ന കോൺഗ്രസിനോട് തന്നെയാണ് എൻ്റെ കാര്യം. ആദ്യം ഉപയോഗിക്കേണ്ട മദ്യമാണ് നിർത്തലാക്കേണ്ടത്. കാരണം 18 വയസ്സിന് താഴോട്ടുള്ള അല്ലെങ്കിൽ 23 വയസ്സിന് താഴോട്ടുള്ളവർക്ക് മദ്യം കൊടുക്കില്ല എന്നുള്ള വെണ്ടയ്ക്ക ഒഴുപ്പ് ബോർഡ് വെച്ചിട്ട് അതേപോലെ വിദ്യാർത്ഥികൾ കയറി മേടിക്കുന്ന എത്രയോ ബ്രാഞ്ചുകളുണ്ട്. അതൊക്കെ നിയമം വെറും കാറ്റിൽ മാത്രം എഴുതി വെച്ചുകൊണ്ടായിട്ടില്ല. അതിൽ നിയമം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ എത്ര കൊലപാതകങ്ങൾ, അപ്പനെയും മകൻ കൊന്നു, എത്ര കൊലപാതകങ്ങളുണ്ട്. ഇതിനൊക്കെ മദ്യവും ഒരു കാരണക്കാരൻ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം മദ്യം അടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേറെ മനുഷ്യനായിട്ട് ചിന്തിക്കുക, അല്ല ഞാനേതോ വലിയവനാണെന്ന് ചിന്തിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ LDF സർക്കാർ പറഞ്ഞ പോലെ മദ്യവർജനമാണെന്ന് പറയുന്ന പോലെ കുറച്ച് മദ്യം എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിനെ മദ്യവിമുക്തനാക്കാൻ സാധിക്കും. പക്ഷേ ചെയ്യില്ല. സിഗരറ്റ് കമ്പനി എന്തുകൊണ്ടാണ്? ഞാൻ പറയാം. സിഗരറ്റ് വലിച്ചാൽ പെറ്റിയടിക്കും. ആണോ? പെറ്റിയടിക്കുന്നതാണല്ലോ. ഈ പെറ്റിയടിക്കുന്ന പോലീസുകാർ പിടിച്ച് പെറ്റിയടിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് എവിടെയെങ്കിലും നിന്ന് വലിച്ചാൽ, എന്നാൽ പിന്നെ ഈ സിഗരറ്റ് അങ്ങ് നിർത്തിക്കൂടെ? എന്തുകൊണ്ട് നിർത്തുന്നില്ല?
മദ്യം ബിവറേജിൽ നിന്ന് മേടിക്കുന്ന ബില്ല് കയ്യിലില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ബിവറേജിൽ നിന്ന് ഇറങ്ങി 2 വളവ് തിരിയുമ്പോൾ പോലീസുകാർ നിന്നിട്ട് 500 രൂപ മേടിക്കും. എന്തിന്? സർക്കാരിൻ്റെ സാധനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നിറയ്ക്കാനായിട്ട് പാവപ്പെട്ടവൻ അധ്വാനിച്ച് ശനിയാഴ്ച വൈകിട്ട് ഒരു 1/2 ലിറ്ററോ ഒരു 1 ലിറ്ററോ മേടിച്ച് അവന് സ്വൈര്യമായി ഇരുന്ന് പോയി അടിക്കാനായിട്ട് അവൻ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ വഴി തടഞ്ഞു നിർത്തി പോലീസ് പിടിക്കും. ബില്ലില്ലെങ്കിൽ അവിടെ കൊടുക്കണം 500 രൂപ ഏമാമാർക്ക്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇതെല്ലാം സർക്കാരിനുള്ള വരുമാന മാർഗ്ഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോളിൽ നിന്നുള്ള ഓർഡറാണ്. അതെ, ഇന്ന ടാർഗറ്റ് തയ്ക്കണം 2.5 കോടി കേട്ടോ. അന്നേരം ഹെൽമെറ്റ് ഇല്ലാത്തവനെയും ഹെൽമെറ്റിന് ക്ലിപ്പിടാത്തവനെയും വണ്ടിയുടെ അടിയിലിരിക്കുന്ന എഞ്ചിൻ്റെ ഓഴ്സിന് കറുത്ത പുക തള്ളുന്നവനെയും പാവപ്പെട്ട പോലീസുകാർ പിടിക്കുകയാണ്. കാരണം മോളിൽ നിന്നുള്ള ഉത്തരവാണ്, അവർക്ക് ടാർഗറ്റ് തയ്ക്കണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം പറഞ്ഞത്. ഇതെല്ലാം ഖജനാവിലേക്ക് വേണ്ട പൈസയാണ്. ഇനിയിപ്പോൾ കൂടും. ഇനിയിപ്പം പൊതുജനം മൂത്രം ഒഴിക്കുമ്പം മൂത്രം ഒഴിക്കുമ്പം സിബ് വരുന്നുണ്ടോ എന്നുള്ള നിയമം കൊണ്ടുവരും. കണ്ടോണം. കാരണം അതുപോലെ കടബാധിലേക്ക് പോവാണ് കേരളം കടമെടുത്ത് ഇപ്പോൾ കയറിയ ആൾക്കാർ മുടിക്കുകയാണ്. കാരണം യഥാർത്ഥ രീതിയിൽ അത് ജനങ്ങൾക്കൊരു കുറച്ചെങ്കിലും എത്തിക്കണം. പ്രിയദർശിനി എന്ന പദ്ധതി പെണ്ണുങ്ങൾക്ക് മാത്രം ആനുകൂലിച്ചുകൊണ്ട് ഉണ്ടാകുമ്പോൾ നടുവൊടിയുള്ളൂ. കാരണം ആണുങ്ങൾ കയറണം. ഇപ്പോൾ പറയും ലാഭമാണ്, ലാഭത്തിൽ അവിടെ നിന്ന് ഓരോ നിമിഷവും വണ്ടികൾ കട്ടപ്പുറത്ത് കയറുന്നത് നമ്മൾ പല ന്യൂസ് ചാനലുകളെ അറിയുന്നുണ്ട്. 150 വണ്ടി ഇപ്പം തന്നെ കട്ടപ്പുറത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടിക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ വന്നിട്ട് ഈ കേരളത്തെ പറ്റി ഒന്നും പഠിക്കാതെ, അല്ലെങ്കിൽ ഈ ഗതാഗതത്തെ പറ്റി ഒന്നും പഠിക്കാതെ ഇവർ ഇത്രയും വരെ കൊടുത്താൽ എന്തോരം നഷ്ടം ഉണ്ടാകുമെന്ന് പോലും കൊടുക്കാതെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണം. പെൻഷൻ 3000 ആക്കുമെന്ന് പറഞ്ഞു. എവിടെ? വലിയ ധൃതി കയറി വന്നിട്ട് പറഞ്ഞാണ് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പെൻഷൻ 3000 ആക്കും. എവിടെ? അങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞായിരുന്നു, കണ്ടില്ലല്ലോ. അതൊക്കെ ന്യായമായിട്ട് ആവശ്യമാണ്. കാരണം വിധവാ പെൻഷൻ എന്ന് വെച്ചാൽ അശ്രദ്ധർക്ക് അല്ലെങ്കിൽ വിധവകൾക്കൊന്നും ഇല്ലാത്തവർക്ക് ഓണത്തിന് വെറും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും അതിൻ്റെ അകത്ത് പച്ചമുളക് പൊട്ടിച്ച് കടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് 3000 രൂപ ഉള്ള പെൻഷൻ 2000 നിന്ന് 3000 ആക്കിയാൽ അത് നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ ഒരുപാട് പേർക്കുള്ളവർക്ക് എന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് 40,000 രൂപ ജോലി ചെയ്ത് വരുമാനം വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ കൂടെ ഓരോ പ്രാവശ്യവും ഈ പ്രിയദർശിനി സൗജന്യ യാത്ര അങ്ങനെ വണ്ടിക്കൂലി കൂടി സൗജന്യമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ ജീവനക്കാർക്ക് അലവൻസ് അടക്കം ഓണബദ്ധ അടക്കം അവരുടെ പെൻഷൻ അടക്കം നല്ല തുക സർക്കാർ ജീവനക്കാർക്ക് കൂലിയുണ്ട്. അതിന് പുറമെയാണ് ഈ KSRTC സൗജന്യ യാത്ര. അത് പാവങ്ങൾ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യണം. അങ്ങനെ അതായിരുന്നെങ്കിലും നല്ലതായിരുന്നു. അല്ലാതെ കേരളത്തിൻ്റെ നടു ഓടിച്ച് കേരളത്തിൻ്റെ കടക്കണിയിലേക്ക് വീണ്ടും തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന ഇത് മാത്രം നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പെൻഷൻ കൂട്ടണം, പെൻഷൻ തുക കൂട്ടണം. കാരണം വിധവകളായിട്ടും അതുപോലെ തന്നെ ആ പൈസ കിട്ടി കൊച്ചുങ്ങൾക്ക് ആഹാരം മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരെയും എനിക്കറിയാം. അപ്പം വിധവാ പെൻഷൻ പോലുള്ള സാമൂഹിക പെൻഷനുകൾ കൂട്ടണം. അല്ലാതെ KSRTC സൗജന്യ യാത്ര ചെയ്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കട്ടപ്പനയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ 3 വണ്ടി മാറി കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ എത്താം. 3 വണ്ടി മാറിക്കഴിഞ്ഞാൽ. കാരണം ഏകദേശം 390 രൂപയാണ് എനിക്ക് തോന്നുന്ന തിരുവനന്തപുരം ടിക്കറ്റ് ഒരാൾക്ക്. അപ്പോൾ അത് ഏകദേശം ആ ടിക്കറ്റ് 390 രൂപ മുടക്കാതെ 3 വണ്ടി കയറി കഴിഞ്ഞാൽ 3 പ്രിയദർശിനി കയറിയാൽ തിരുവനന്തപുരം ചെല്ലാം. കോവളം ബീച്ച് ചുറ്റി നടന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം ഒരു ട്രിപ്പിന് തന്നെ ഒരു ട്രിപ്പ് തന്നെ 300, 600, 700, 700 സംതിങ് രൂപ തിരുവനന്തപുരം ടു കട്ടപ്പന ഒറ്റ ട്രിപ്പ് നഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ എത്ര പേർക്ക് ഇതാവാം. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പുനഃപരിശോധിക്കണം. പരിശോധിച്ചുകൊണ്ട് പുനഃപരിശോധിച്ച് സർക്കാരിന് പുനഃപരിശോധിക്കാനുള്ള വകുപ്പുണ്ട്. അവർ ഇതെടുത്താണ്. അപ്പം ഇന്നപോലെ KSRTC 60 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകൾക്ക് സൗജന്യം, ക്യാൻസർ രോഗികൾക്ക് സൗജന്യം, അത് അംഗീകരിക്കാൻ പറ്റും. എത്ര പിണറായി വിജയനെ എല്ലാവരും കുറ്റം പറയുന്നു. ഓക്കെ, എത്ര ലൈഫ് വീട് പദ്ധതികൾ പുള്ളിക്കാരൻ കൃത്യമായിട്ട് നിർമ്മിച്ചു കൊടുത്തു. കോട്ടെ, അതിൻ്റെ അകത്ത് ഇനി അഴിമതി ഉണ്ടെന്നൊക്കെ വന്ന് ഭരണത്തിൽ കയറിയവരൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് 10 ലക്ഷത്തി സംതിങ് കൊടുത്തു എന്നാണ്. എൻ്റെ കൃത്യമായ കണക്ക് എനിക്ക് ഇതില്ല. പക്ഷേ പിണറായി വിജയൻ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തിയ വീടുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കൃത്യമായി ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ലൈഫ് പദ്ധതി പോലുള്ള ഒരു പദ്ധതി പോലും ഈ സർക്കാർ വന്നിട്ട് പ്രഖ്യാപിക്കാത്തത്? അല്ലെങ്കിൽ ലൈഫ് പദ്ധതി വീട് ഇപ്പോൾ കട്ടപ്പന തന്നെ വീട് മുടങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീട് മുന്നോട്ടുള്ള പണിക്ക് പൈസ കൊടുക്കാത്ത എന്താണ്? ഓണത്തിന് എല്ലാവർക്കും ശമ്പളം കൂട്ടുകയും സർക്കാർ ഭത്തം കൊടുക്കുകയും പോലീസുകാർക്ക് ഏകദേശം ഓണത്തിന് യൂട്ടിയിലുള്ള പോലീസുകാർക്ക് 1000 രൂപ ഭത്തം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പാവപ്പെട്ടവങ്ങളുടെ വീട് ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് സഖാവ് പിണറായി വിജയൻ പൂർത്തിയാക്കാതെ പോയ വീടുകൾ എന്തുകൊണ്ട് ഇവർ പൂർത്തീകരിക്കുന്നില്ല?
അതിനെപ്പറ്റി ഒരു കാര്യം, അങ്ങനെ ഒരു വീടിൻ്റെ പദ്ധതിയോ അല്ലെ പ്രിയദർശിനി വീട് ഭവന പദ്ധതി എന്നോ പറഞ്ഞ ഒരു കാര്യം ഇതുവരെ പുറത്ത് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഈ സർക്കാർ വന്നേ പിന്നെ. എങ്കിൽ പിന്നെ പ്രിയദർശിനി സൗജന്യ യാത്രയെക്കാളും നല്ലത് പ്രിയദർശിനി പുനർനിർമ്മാണ ഭവന പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? ഇത്രയും നാളായില്ലേ. എന്താണ് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ഇതേ ഉള്ളൂ, ഖജനാവിൽ നിന്നും കിട്ടുന്ന പൈസ എങ്ങനെ കടമെടുത്ത് കേരളത്തെ കടക്കണിയിലുണ്ടാക്കാം, അത് ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താമെന്നില്ല. ഈ ഭരണവും അങ്ങനെ തന്നെയാണ്. എനിക്കിത് ഞാൻ കണ്ടിടത്തോളം ഇത്രയും സമയം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിക്കാത്തത്? ഓണക്കിറ്റ് കൊടുത്തു, നല്ല കാര്യം, നല്ലതും പറയണമല്ലോ. ഓണക്കിറ്റ് 14 കൂട്ടം സാധനങ്ങളോട് കൂടി ഓണക്കിറ്റ് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരുടെയും വീട്ടിൽ ഓണമുണ്ട്, ഓക്കെ, ഇല്ലെന്ന് പറയുന്നില്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരും വീടിൻ്റെ ലൈഫ് പദ്ധതി മുടങ്ങി വീടിൻ്റെ പണി പകുതി എന്ന് വെച്ചാൽ ഈ സർക്കാർ വരുമ്പം ഫണ്ട് അനുവദിക്കണമെന്നുള്ള രീതി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കൊടുക്കാത്തത്? പ്രിയദർശിനി ബസ് യാത്രയായിരുന്നോ അതോ പാവങ്ങൾക്ക് കയറി കിടക്കാൻ വീടായിരുന്നോ ഏറ്റവും വലുത്? ഇതൊക്കെ ചെയ്യേണ്ട, ഇതൊക്കെ അതാണ്. അതുപോലെ 3000 രൂപ പെൻഷനാക്കുന്ന നല്ല കാര്യം തന്നെയാണ്. കാരണം ഓണത്തിന് എല്ലാവരുടെയും വീട് പുകയും. 2000 രൂപയാണ് ഇപ്പം പെൻഷൻ കൊടുത്തു. ഇവരൊക്കെ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ന്യായമായിട്ടൊരു സത്യസന്ധതയോടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയും രീതി അത് തന്നെയാണ്, കടക്ക് പുറത്തുനിന്ന്. അല്ല വേറൊന്നുമില്ല. പിണറായി വിജയൻ കടക്ക് പുറത്തെന്ന് പറഞ്ഞാലും ഒരുപാട് പേർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോയത്, എന്നാൽ എൻ്റെ ഏകദേശം ഒരു കണക്കുകൂടൽ പ്രകാരം. അതുപോലെ തന്നെ സൗജന്യ വൈഫൈ, സൗജന്യ K-ലൈൻ എന്ന് വെച്ചാൽ K5 വൈഫൈ എന്ന് വെച്ചാൽ പിണറായി വിജയൻ എല്ലാ സ്കൂളുകൾക്കും കൊടുത്തു. കോൺഗ്രസ് അത് വെട്ടിച്ചുരുക്കി, സ്കൂളുകാർക്ക് വേണേൽ പൈസ കൊടുത്താലേ ഉള്ളെന്ന്. എന്തൊരു ഭരണമാണ്! വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂളുകളിൽ പോലും ഫ്രീ ആയി കൊടുത്ത വൈഫൈക്ക് പൈസ മുടക്കണമെന്ന് പറഞ്ഞ് അതിന് പൈസ മുടക്കിയാൽ മാത്രമേ വൈഫൈ ഉള്ളൂ എന്ന് പറയുന്ന എന്തൊരു വിവരക്കേടാണ്. അല്ലെങ്കിൽ എന്താണ് പുതിയ തലമുറകൾക്ക് ഈ VD സതീശൻ മന്ത്രിസഭ കൊടുക്കുന്ന ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മാതൃക എന്താണ്? അതാണ് ചോദിക്കുന്നത്. സഖാവ് പിണറായി വിജയനെ കുറ്റം പറഞ്ഞ എല്ലാവരും, സഖാവ് പിണറായി വിജയൻ ഫ്രീ ആയിട്ട് സർക്കാർ സ്കൂളുകളിൽ കൊടുത്ത വൈഫൈ ഫ്രീ ആയിട്ട് കൊടുത്താന്ന് ഓർക്കണം. അത് കോൺഗ്രസ് വന്നപ്പം അത് പൈസ ഉണ്ടെങ്കിൽ മാത്രം, ഇനി മാനേജ്മെൻറ്റിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വൈഫൈ കൊടുത്താൽ മതി എന്ന് നിയമമായി. എന്താണ് വിദ്യാർത്ഥികൾക്ക് എന്താണ്? കാരണം ഓരോ സർക്കാർ സ്കൂളിലും പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടും പൈസയുടെ പരിമിതി കൊണ്ടാണ് സർക്കാർ സ്കൂളിനെ ആശ്രയിച്ച് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആ വൈഫൈ പോലും, കാരണം അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം, അല്ലെങ്കിൽ പല ആദിവാസി കോളനികളിൽ നിന്നും ഡോക്ടറായവരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സഹായമായത് ഈ കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പം അതിലേക്ക് കണക്ട് ചെയ്യുന്ന വൈഫൈ സൗജന്യമായി കൊടുത്ത പിണറായി വിജയൻ സർക്കാർ വൈഫൈ സൗജന്യമായി കൊടുത്ത് VD സതീശൻ വന്നപ്പോൾ ഇല്ലെന്നാക്കി. എന്തിന്? അതേസമയം പ്രിയദർശിനി ഉണ്ട് താനും. പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരുടെ നടുവോടിച്ച് അവർ പോലും നിങ്ങൾക്ക് തന്ന് കേരളക്കരയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടി ഓണറും കണ്ടക്ടറും ഡ്രൈവറും എല്ലാവരും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് തന്ന വോട്ട് പോലും അവർക്ക് അന്നമുടക്കിയായി മാറിയിരിക്കുകയാണ് VD സതീശൻ എന്ന് പറഞ്ഞ മന്ത്രിസഭ. വ്യക്തമായിട്ട് പറയാം. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതിൽ പലരെയും എന്ന് വെച്ചാൽ പല കണ്ണികളും ഇനിയും കണ്ടെത്താനുണ്ട്. കാരണം 10,000-ഓളം പേര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. കാരണം കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നമ്മൾ പല ന്യൂസുകളിലും കാണുന്ന പോലെ അമ്മ മകനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, അല്ലെ മകൻ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു, ഇതൊക്കെ നമ്മുടെ ന്യൂസ് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലെ അന്വേഷിച്ച് പോകുമ്പോൾ ഓരോ മയക്കുമരുന്ന് ലോബികളെ നമുക്ക് കിട്ടാറ്. അപ്പം ഈ 10,000 ഈ 20,000 ഒന്നും അല്ല, ഇതിനേക്കാളും ഉണ്ട്. ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറ് കൊണ്ടുവന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്, അതിനെ പിന്താങ്ങുന്നത്. അതുപോലെ തന്നെ മദ്യ ഉപയോഗം കേരളത്തിൽ കുറച്ചുകൊണ്ട്, മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് ഓരോ ഇതായിട്ട് മദ്യത്തെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ മദ്യവർജനം നമുക്ക് സാധ്യമാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നടക്കുകയില്ലെന്നറിയാം. കാരണം കേരളത്തെ മദ്യം കുടിയന്മാരെന്ന് വിളിക്കുകയും അവർ കൊടുക്കുന്ന പൈസയാണ് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് വരുന്നതെന്നറിയാം. അതുകൊണ്ട് അത് നടക്കുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാറി നിന്ന് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റി അതും സർക്കാരിലേക്ക് വരുന്ന പൈസയാണ്, അത് മാറുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ VD സതീശൻ ഒക്കെ മന്ത്രിസഭ ഇറങ്ങിക്കഴിയുമ്പം കുന്നോളം കടം കൂട്ടി വെച്ചിട്ട് കേരളത്തെ വീണ്ടും കടക്കണിയിലോട്ടാക്കിയിട്ടേ പോകുള്ളൂ. 100% ഉറപ്പാണ്. അതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ കൂടെ പാവപ്പെട്ടവർക്കുള്ള വീടിൻ്റെ കാര്യം ഇവിടെ പരിഹരിക്കുമെന്ന് കരുതുന്നു. കാരണം ഇന്നലെ പറഞ്ഞു തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. VD സതീശൻ എന്ന് പറഞ്ഞ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആൾ നല്ലതാണ്, നല്ല ബഹുമാനത്തോടെ കൂടി പറയാണ്. പക്ഷേ മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കണം, സാധാരണക്കാരൻ്റെ നേതാവായി മാറണം.
എങ്കിലേ ഇനിയുള്ള ജനമനസ്സുകളിൽ അംഗീകാരം ഉണ്ടാകുകയുള്ളൂ. വി ഡി സതീശന് പറഞ്ഞ പ്രകാരം 102 സീറ്റുകളിൽ വിജയിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ പിന്തുണ തന്നു. 100-ന് മുകളിലെന്ന് താങ്കൾ പറഞ്ഞതേ ഉള്ളൂ. അത് ജനങ്ങളാണ് തീരുമാനിച്ചത്. ആ നന്ദികേട് ഒരിക്കലും മറക്കരുത്. കാരണം ജനങ്ങളായി തെരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അത് മൊത്തം മുഴുവനാക്കി ജനങ്ങളെ മുഴുപട്ടിണിയിലേക്ക് കടത്തിവിടാതെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രിയദർശിനി ഒരാപ്പായി മുന്നോട്ട് പോകാതെ പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരുടെ ചെറിയൊരു ടാക്സ് തുക കുറച്ചുകൊണ്ടോ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ടോ ഒന്നും ആയില്ല. അവരെയും ചേർത്ത് നിർത്തണം. കാരണം അവരും നാളെയും നമുക്ക് വേണ്ടതാണ്. KSRTC വലിയ കാലമില്ലാതെ നടുവ് ഒടിക്കാൻ ശ്രമിക്കാതെ നിശ്ചിതമായ ഇതെല്ലാം ഒന്നുകൂടെ റീ ആയിട്ട് ഒന്നുകൂടെ നിങ്ങളെല്ലാവരുടെ ഒരു കക്ഷി രൂപീകരിച്ച് അതിനെപ്പറ്റി ഒന്നുകൂടെ പഠിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി പ്രിയദർശിനി ഇറക്കാവോ അത് ഇറക്കുമെന്ന പ്രതീക്ഷയോടെ പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരെയും ചേർത്ത് പിടിക്കും. അവരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അവരെയും ആത്മഹത്യയിലേക്ക് വലിച്ചു വിടാതെ അല്ലെങ്കിൽ അവരെയും അന്നം കൊടുത്ത് ചേർത്ത് നിർത്തുമെന്ന് വിചാരിക്കുന്നു. പാർട്ടി പരമായി തന്നെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നീങ്ങുമെന്നും അതുപോലെ തന്നെ ഒരുപാട് ബസ്സുകൾ ഓടാൻ വഴിമുട്ടി നിൽപ്പുണ്ട്. പ്രൈവറ്റ് വണ്ടിക്കാർ അവരുടെയൊക്കെ അന്നന്നത്തെ അന്നമാണ് ആ വാഹനം അല്ലെങ്കിൽ ആ ബസ്. അവരെയും നിങ്ങൾ കൈവിടരുത് എന്നാണ് രാഷ്ട്രീയ പ്രവർത്തകരോട് പറയാനുള്ളത്. ഇത് രാഷ്ട്രീയം വെച്ചല്ല, മനുഷ്യത്വം വെച്ചെങ്കിലും ചിന്തിച്ച് പ്രിയദർശിനി സുഗമമായി മുന്നോട്ട് പോകുവാനുള്ള വഴി തേടുക.